ഓസ്കർ വേദിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പുതിയൊരു പ്രഖ്യാപനം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. വസ്ത്രാലങ്കാരം, മികച്ച വസ്ത്രാലങ്കാരം ആ വിഭാഗത്തിലെ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വിഗ്ഡ് എന്ന ചിത്രത്തിലെ വസ്ത്രാലങ്കാരം മികവിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. പോൾ ടെസ്വെൽ എന്ന് പറയുന്ന ഡിസൈനർക്കാണ്, കോസ്റ്റ്യൂം ഡിസൈനർക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഓർമ്മ വന്നത് 1983 ഭാനു അതയ്യയ്ക്ക് ഓസ്കർ ലഭിക്കുന്നു. റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയിൽ. വസ്ത്രാലങ്കാരത്തിന് ശേഷം ഇപ്പോൾ എന്തായാലും ഇന്ത്യക്ക് പിന്നീട് ലഭിച്ചിട്ടില്ല. അതെ, വിഗ്ഡ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് പോൾ ടെസ്വെൽ എന്ന് പറയുന്ന ഡിസൈനർക്കാണ് ആ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ പുരസ്കാരങ്ങൾ അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനും എത്താം. വയനാട് മേപ്പാടി നെടുമ്പാല എസ്റ്റേറ്റിൽ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. 2 വയസ്സുള്ള ആൺപുലിയെ വയനാട് വന്യജീവി സങ്കേതത്തിലെ ഉൾക്കാട്ടിലാണ് തുറന്നുവിട്ടത്. സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുജിത്ത്, ഇന്നലെ പിടികൂടിയ പുലിയാണിത്. പിന്നീട് അതിനെ ആദ്യം വൈത്തിരി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരുന്നു. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടതാണ്. ആ സമയത്ത് പുലിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച ശേഷം മാത്രമേ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടൂ എന്ന് DFO തന്നെ അറിയിച്ചതാണ്. അപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലായതിനു ശേഷമാണ് അല്ല ഇപ്പോൾ ഈ തുറന്നുവിട്ടിരിക്കുന്നത്. എന്താണ് ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണമൊക്കെ ഉണ്ടാകും ഇന്നലെ അറിയിച്ചിരുന്നല്ലോ, അതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, ഇന്നലെ രാത്രിയിലാണ് ഈ പുലിയെ ഉൾക്കാട്ടിൽ തുറന്നുവിട്ടത്. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലാണ് ഈ പുലിയെ തുറന്ന് വിട്ടിരിക്കുന്നത്. പുലിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടായത്. പുലി കെണിയിൽ കുടുങ്ങിയതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിനുശേഷം അതിന് ഡ്രിപ്പ് നൽകി, മറ്റ് മരുന്നുകളും എല്ലാം തന്നെ നൽകി. ഇതേ തുടർന്ന് ആണ് അത് ആരോഗ്യം വീണ്ടെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സാഹചര്യത്തിലാണ് ഇതിനെ തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടുള്ളതും. കാരണം 1.5 വയസ്സ് 2 വയസ്സ് വരെ മാത്രം പ്രായമുള്ള ചെറിയ പുലിക്കുട്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അതിനെ കാട്ടിലേക്ക് തുറന്നുവിടാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയത്. ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഈ പുലിക്ക് പ്രാഥമികമായ രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള ചികിത്സയും ഉറപ്പാക്കി. ഇതിനുശേഷം ആരോഗ്യം ഉണ്ട് എന്നുള്ള ബോധ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുറന്നുവിടാനുള്ള തീരുമാനമെടുത്തത്. അതേസമയം ഈ കെണി വെച്ചത് ആര് എന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കുകയാണ്. മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള വന്യമൃഗവേട്ട, പ്രത്യേകിച്ച് പന്നിയോ മാനോ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ ലക്ഷ്യമിട്ടാണ് കെണി വെച്ചത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇത് കേബിൾ കെണിയാണ്. കേബിൾ കുടുങ്ങിയാണ് ഈ പുലി കുടുങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കേസ് രജിസ്റ്റർ ചെയ്താണ് അന്വേഷണം നടക്കുന്നത്. ഇവരെ ഇതാരാണ് വെച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക, അവരെ പിടികൂടുക എന്നുള്ള ലക്ഷ്യമാണ് വനം വകുപ്പിനെ സംബന്ധിച്ച് ഉള്ളത്. ക്രിസ്റ്റീന. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമ്മൾ കണ്ണൂരേക്ക് പോയാൽ കണ്ണൂർ മുതിയങ്ങ വയലിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ AK ശ്രീധരന്റെ സംസ്കാരം ഇന്ന് നടക്കും. ശ്രീധരന്റെ കുടുംബത്തിന് വനംവകുപ്പ് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇതിലെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കുടുംബത്തിന് കൈമാറുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ ഉത്തരമേഖല CCF അന്വേഷണ റിപ്പോർട്ട് ഇന്ന് വനമന്ത്രിക്ക് നൽകിയേക്കും. ഇന്നലെയാണ് കൃഷിയിടത്തിൽ വെച്ച് ശ്രീധരനെ കാട്ടുപന്നി ആക്രമിച്ചു കൊലപ്പെടുത്തിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് തൃത്താല പണിക്കർപ്പടിയിൽ നടുറോഡിൽ പന്നിക്കൂട്ടം ഇറങ്ങി. ഞായറാഴ്ച രാത്രി 10:30യോടെയാണ് പടിഞ്ഞാറങ്ങാടി തൃത്താല റോഡിൽ കോക്കാടിന് സമീപം ഈ പന്നിക്കൂട്ടം ഇറങ്ങിയത്. വാഹനങ്ങൾ ഒതുക്കി നിർത്തിയതോടെ പന്നികൾ കൂട്ടത്തോടെ ഓടിപ്പോവുകയും ചെയ്തു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ഇത് ഒരുപാടുണ്ടല്ലോ, വലിയ സൈസിലുള്ള പന്നികളാണ് കൂട്ടമായി എത്തിയത്. ഈ രീതിയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തുടർക്കാഴ്ചയാവുന്നുണ്ട്. ഈ കാട്ടുപന്നികളുടെ കാര്യമാണെങ്കിൽ അവരുടെ ആ ഒരു സംഖ്യ ഇങ്ങനെ പെരുകുകയാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട കൂടൽ കലഞ്ഞൂർ പാടത്ത് ഭാര്യയെയും ആൺസുഹൃത്തിനെയും ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകം ഭാര്യ വൈഷ്ണവിയും സുഹൃത്ത് വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ച്. ആ രീതിയിലാണ് FIR ഇപ്പോൾ വന്നിരിക്കുന്നത്. കൊലപാതകം നടത്തിയ ഭർത്താവ് ബൈജു പോലീസിൽ കീഴടങ്ങിയിട്ടുണ്ട്. AV ജയശങ്കർ അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി പത്തനംതിട്ടയിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. ജയ്, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIRൽ പറയുന്നത് മറ്റൊരു കാര്യമാണ്. നേരത്തെ ഈ സാമ്പത്തിക തർക്കങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു വാർത്ത പുറത്തുനിന്ന്. പക്ഷേ ഇപ്പോൾ FIRൽ എന്താണ്, ഈ സുഹൃത്തും തൻ്റെ ഭാര്യയും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരു സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു വ്യക്തത എന്താണ്?
അതായത് പ്രജിൻ ഇന്നലെ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിൽ ഒരു ഇരട്ട കൊലപാതകം ഈ കലഞ്ഞൂർ പാടത്ത് സംഭവിക്കുന്നത്. പിന്നാലെ ഇവരുടെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഈ പ്രതി ബൈജു പോലീസിൽ കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് രാത്രിയോടുകൂടി നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ പോലീസിനോട് ഈ പ്രതി ഇത്തരത്തിൽ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ബൈജു പോലീസിനോട് പറഞ്ഞത് തൻ്റെ ഭാര്യയും ഒപ്പം തന്നെ ഈ വിഷ്ണുവും തമ്മിൽ ഇത്തരത്തിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധത്തിലുള്ള ദേഷ്യം മൂലമാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകത്തിലേക്ക് നയിച്ചത്. വലിയ തോതിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ വീട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട നിലനിന്നിരുന്നു. ഈ വിഷ്ണുവിനെയും വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി പ്രതി വെട്ടുകയായിരുന്നു. ഒപ്പം തന്നെ ഭാര്യയെയും സമാനമായ രീതിയിൽ വെട്ടി വടിവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൊടുവാൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയത്. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക തർക്കം മറ്റ് പ്രശ്നങ്ങൾ രീതിയിൽ വിവരങ്ങൾ വന്നു. കാരണം ഇരുവരും സുഹൃത്തുക്കളായിരുന്നു. പ്രാഥമികമായി പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് സാമ്പത്തിക തർക്കങ്ങൾ എന്നായിരുന്നു. പക്ഷേ പിന്നീട് ഫോൺ രേഖ ഉൾപ്പെടെ പരിശോധിച്ചു. ഈ ബൈജുവിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ബൈജു പോലീസിന് ഇങ്ങനെ ഒരു മൊഴി നൽകിയത്. തൻ്റെ ഭാര്യയും ഈ സുഹൃത്തും തമ്മിൽ ചില മറ്റ് വഴിവിട്ട തരത്തിലുള്ള ബന്ധങ്ങളുണ്ടെന്ന് തനിക്ക് സംശയമുണ്ടായി. ആ സംശയം മൂലം ഇത്തരം ഒരു കൊലപാതകം നടത്തി ഇരുവരെയും തീർത്ത് കളയണമെന്നൊരു തീരുമാനത്തിലെത്തി എന്നാണ് ബൈജു നിലവിൽ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണങ്ങൾ നടത്തുകയാണ്. ഈ വീട്ടുകാരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തണം. ഇയാൾ പറയുന്ന കാര്യം സത്യമാണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കാനാണോ, ഇങ്ങനെ പറയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. എന്തായാലും ഈ പ്രതി ബൈജു നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. കൂടൽ SHOയുടെ നേതൃത്വത്തിൽ വിശദമായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും. കാരണം ഇന്നലെ രാത്രി ഏറെ വൈകി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിലൊരു വിവരം കിട്ടിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികൾ രാവിലെ ഈ ക്രൈം സ്പോട്ട് ഉൾപ്പെടെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഈ 2 മൃതദേഹങ്ങൾ നിലവിൽ എനിക്ക് പിന്നിൽ കാണുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഇവിടെ എത്തി അതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ട്. അങ്ങനെ പോലീസിന് മുന്നിൽ നടപടിക്രമങ്ങൾ കുറച്ചധികമുണ്ട്. പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇയാൾ കൂടി നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്തായാലും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് തുടരന്വേഷണങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. പ്രജിത്ത്. യെസ്, ഹെവി ജയശങ്കറാണ് വിശദാംശങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്. നമ്മൾ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളോട് ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം പറയുന്ന PC ദിലീപ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ലോക കേൾവി ദിനമാണ്, ലോക വന്യജീവി ദിനമാണ് എന്ന്. അപ്പോൾ നമ്മളിനി പോകുന്നത് ആ വാർത്തയിലേക്ക് തന്നെയാണ്. ഇന്ന് ലോക കേൾവി ദിനം. കാതുകളുടെ സംരക്ഷണം, കേൾവിശക്തിയുടെ പ്രാധാന്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നതിനാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം യുവാക്കളിൽ 2-ൽ ഒരാൾക്ക് കേൾവി നഷ്ടമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉച്ചത്തിലുള്ള അനുവദനീയമായതിൽ കൂടുതൽ ഡെസിബൽ ശബ്ദം കേൾക്കുന്നത് കേൾവിശക്തിയെ തന്നെ തകരാറിലാക്കുന്നു. സംഗീതം കേൾക്കുമ്പോഴും വീഡിയോ ഗെയിം കളിക്കുമ്പോഴും ഉച്ചത്തിൽ ശബ്ദം വയ്ക്കുന്നത് കേൾവിശക്തിയെ സാരമായി ബാധിക്കുന്നു. ഇയർഫോണിൽ 50 ഡെസിബലിന് മുകളിൽ ശബ്ദമുയരുന്നത് കേൾവിശക്തിയെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇന്നെങ്ങനെ കേൾക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഭാവിയിൽ നമ്മുടെ കാതുകളുടെ ആരോഗ്യം. നിലവിൽ ലോക ജനസംഖ്യയിൽ 5% പേർ കരുതലും ചികിത്സയും തേടേണ്ടവരാണ്. 34 ദശലക്ഷം കുട്ടികൾ ഈ വിഭാഗത്തിലുണ്ട്. 2050ഓടെ ഇത് 10% മാറും. അതായത് 4 പേരിൽ ഒരാൾ കേൾവി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാകും. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ 25% പേർ, 60 വയസ്സിൽ താഴെയുള്ളവരാകട്ടെ 65%. കാതുകൾക്കും കേൾവിക്കും പ്രശ്നങ്ങളുള്ള 80% പേരുടെ ബുദ്ധിമുട്ടുകൾ പരിഹാരമില്ലാതെ തുടരുന്നു. കൃത്യമായ ബോധവൽക്കരണത്തിലൂടെ കേൾവിശക്തി കുറയുന്നത് ഒരു പരിധിവരെ തടയാൻ കഴിയും. കുട്ടികളിൽ 60%ത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. കേൾവിക്ക് ഹാനികരമായ മരുന്നുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെയും ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതും മുതിർന്നവരിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. ഇടയ്ക്ക് കാതുകൾക്ക് വിശ്രമം നൽകുക, ശബ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക തുടങ്ങി നിരവധി മാർഗങ്ങൾ ഇതിനായുണ്ട്. റിസർച്ച് ഡെസ്ക് 24. കമ്പിളിപ്പുതപ്പ് ഉറക്കെ പറയേണ്ടി വരുന്നോ? അതെ, ചില സമയങ്ങളിൽ മാത്രം കമ്പിളിപ്പുതപ്പ്. ചില കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ പറ്റില്ല, പ്രായമാകുമ്പോൾ അങ്ങനെയാണ്. അല്ല, പക്ഷെ ചില കാര്യങ്ങളേ ഉള്ളൂ. ചെവിയിൽ ഞാനൊരു ഫിൽറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. താങ്കൾ അതായത് കയ്യിൽ നിന്ന് കാശ് മുടക്കേണ്ടി വരുന്ന സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ മാത്രം. അത് പ്രേക്ഷകർ പ്രത്യേകം നോട്ട് ചെയ്യുക. ഇത് ഓസ്കറിൽ നിന്നും അടുത്ത കാറ്റഗറിയിലെ അവാർഡ് പ്രഖ്യാപനം നടന്നിരിക്കുന്നു. അത് മികച്ച തിരക്കഥ വിഭാഗത്തിലാണ്. എടുത്തു പറയേണ്ടതാണ്, നിരവധി മികച്ച ചിത്രങ്ങൾ മത്സരിച്ച ഒരു കാറ്റഗറിയാണ്. അതിൽ എനോറ
അതിൽ പുരസ്കാരം നേടുകയാണ്. അപ്പോൾ അനോറയുടെ ആ ഒരു കുതിപ്പ് തുടങ്ങുന്നു. വിക്കറ്റിന്റെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. യെസ്, സീൻ ബേക്കറാണ് അതിലെ തിരക്കഥ എഴുതിയത്. അങ്ങനെ മികച്ച തിരക്കഥയ്ക്കുള്ള 97ാം ഓസ്കർ അനോറ സ്വന്തമാക്കുന്നു എന്നാണ് അത് എഴുതിയത്. സീൻ ബേക്കറാണ്. പിന്തള്ളിയ മറ്റു ചിത്രങ്ങൾ ദ ബ്രൂട്ടലിസ്റ്റ് ആണ്, എ റിയൽ പെയിൻ ആണ്, സെപ്റ്റംബർ 5 ആണ്, ദ സബ്സ്റ്റൻസ് ആണ്. ഈ ചിത്രങ്ങളെ പിന്തള്ളിയാണ് ഇപ്പോൾ അനോറ മികച്ച തിരക്കഥയ്ക്കുള്ള ഓസ്കർ നേടിയിരിക്കുന്നത്. ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോയാൽ കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് പിതാവ് മുഹമ്മദ് ഇക്ബാൽ. കൊലപാതകത്തിന് പിന്നിൽ ക്വട്ടേഷൻ സംഘമാണെന്ന് തന്റെ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞുവെന്ന് മുഹമ്മദ് ഇക്ബാൽ 24 പറഞ്ഞു. പ്രതികളായ 5 വിദ്യാർത്ഥികളും ഇന്ന് SSLC പരീക്ഷ എഴുതുന്നുണ്ട്. വെള്ളിമാട് കുന്നിലെ കേന്ദ്രത്തിൽ പോലീസ് സുരക്ഷയോടെയാകും ഈ പരീക്ഷ എഴുതിക്കുക. സമീർ സി മുഹമ്മദ് താമരശ്ശേരിയിൽ നിന്നും അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. കർശനമായ നടപടി വേണം, കുട്ടികൾ എന്നുള്ള പരിഗണന നൽകരുത്, കൃത്യമായ എന്താണോ നിയമം പറയുന്നത്, എന്താണോ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ പറയുന്നത്, അത്തരത്തിലുള്ള ശിക്ഷ അവർക്ക് ലഭ്യമാക്കണം എന്ന് പറയുന്നു. അതിൽ മുതിർന്നവരുടെ പങ്കുണ്ടെങ്കിൽ അതുകൂടി പുറത്തു കൊണ്ടുവരണമെന്ന് കുടുംബം പറയുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, ഈ പ്രതികളുടെ പരീക്ഷ എഴുത്താണ്. ഇന്നിപ്പോൾ SSLC പരീക്ഷ തുടങ്ങുന്നു. അതിനായി പ്രത്യേക കേന്ദ്രമല്ല, പക്ഷെ കേന്ദ്രം മാറ്റിയിട്ടുണ്ട്. വെള്ളിമാട് കുന്നിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഈ 2 വാർത്തയുടെ വിശദാംശങ്ങൾ എന്താണ്? ഗുഡ് മോർണിംഗ് ബ്രിജിൻ, ക്രിസ്റ്റീന. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. 15-കാരനെ അതിക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിരിക്കുന്നു. ആ വിധത്തിൽ ഉണ്ടായ സംഭവത്തിൽ ആ 10ാം ക്ലാസ്സുകാരനെ കൊന്നതാവട്ടെ സഹപാഠികളായിട്ടുള്ള 10ാം ക്ലാസ്സുകാരായിട്ടുള്ള ആ കുട്ടികളുമാണ്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതികളുടെ വീടുകളിൽ ഇന്നലെ പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിലാണ് നഞ്ചക്ക് ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ഷഹബാസിൻ്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ 24 പ്രതികരിച്ചു. ആ വേളയിലാണ് അദ്ദേഹം പറയുന്നത്, ഇതിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുണ്ട്, പോലീസുകാരുടെ മക്കളുണ്ട്. മാത്രമല്ല വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവം നടപ്പാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉന്നതരുടെ ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു. അത്തരം ഒരു പശ്ചാത്തലത്തിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഏറെയാണ്. ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ സംഭവത്തിന് പിന്നിൽ ക്വട്ടേഷൻ സംഘം അവരുടെ ഒരു സാന്നിധ്യം കൂടി അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ അത്തരമൊരു സംശയം ഇപ്പോൾ സാധൂകരിക്കപ്പെടുകയാണ്, അത് ദൂരീകരിക്കപ്പെടുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇന്നലെ നടത്തിയിട്ടുള്ള ആ പരിശോധനയും ആ പരിശോധനയ്ക്ക് പിന്നാലെ ഈ നഞ്ചക്ക് കണ്ടെത്തിയിരുന്നു. അതിൽ ഈ കേസിൽ പ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയുടെ വീട്ടിൽ നിന്നാണ് നഞ്ചക്ക് കണ്ടെത്തിയിരുന്നത്. ആ പ്രതിയുടെ പിതാവ് ക്വട്ടേഷൻ സംഘം അംഗമാണ്. അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുമുണ്ട്. മാത്രമല്ല TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആ കേസിലെ പ്രതിയായിട്ടുള്ള TK രജീഷിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകൾ കൂടി പുറത്തു വന്നിരുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് താൻ നേരത്തെ ഉന്നയിച്ച ക്വട്ടേഷൻ സംഘാംഗങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള ആരോപണം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് പുറത്തു വരുന്ന ഓരോ കാര്യങ്ങളും എന്ന കാര്യം കൂടി മുഹമ്മദ് ഇക്ബാൽ 24 വ്യക്തമാക്കുന്നത്. ഇതിൻ്റെ ഒക്കെ പിറകെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് SSLC പരീക്ഷ തുടങ്ങുകയാണ്. നേരത്തെ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഈ പ്രതികൾക്കുള്ള പരീക്ഷാ കേന്ദ്രമായി നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അവിടെ വലിയ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്, സംഘർഷ സാധ്യതയുണ്ട് എന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. മാത്രമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേന്ദ്രം മാറ്റണം എന്നുള്ള ആവശ്യം കൂടി, അത്തരമൊരു ശുപാർശ കൂടി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾ ഇപ്പോൾ ഉള്ള വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോമിലാണ് അതിനോട് ചേർന്നിട്ടുള്ള NGO ക്വാർട്ടേഴ്സിനോട് ചേർന്നിട്ടുള്ള സ്കൂളിലേക്ക് പരീക്ഷാ കേന്ദ്രം മാറ്റിയിരിക്കുന്നു. അവിടെയും ശക്തമായിട്ടുള്ള പോലീസിൻ്റെ സുരക്ഷ ഒരുക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ, ഇത്തരം സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊലയാളികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടുമായി KSU രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെ പ്രതിഷേധം സംഘടിപ്പിക്കും എന്നാണ് KSUവിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങളൊക്കെ കണക്കെടുത്തുകൊണ്ട് ശക്തമായ സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പ്രതികളുടെ പരീക്ഷ നടത്തുക. എന്തായാലും മതിയായ സുരക്ഷ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ ഇപ്പോൾ തന്നെ വെള്ളിമാട് കുന്നിലേക്ക് പോലീസ് കൂടുതൽ എത്തിയിട്ടുണ്ട്. AR ക്യാമ്പിൽ നിന്നുൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരെ എത്തിച്ചുകൊണ്ടായിരിക്കും അവരുടെ പരീക്ഷാ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. ക്രിസ്റ്റീന. ശരി, സമീർ സി മുഹമ്മദാണ് താമരശ്ശേരിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മുടെ പ്രേക്ഷകരിൽ പലരും തന്നെ പറയുന്നുണ്ട് ഈ വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും പരീക്ഷ എഴുതിക്കരുതായിരുന്നു എന്ന്. അത് ജനാർദ്ദനൻ ജയൻ അടക്കമുള്ള പ്രേക്ഷകരാണ് അത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രഘുനന്ദനൻ പറയുന്നു, എല്ലാ ദിവസവും കേൾക്കുന്നത് കൊലപാതകങ്ങളാണ്, എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ. മറ്റൊരാൾ പറയുന്നുണ്ട്, ഈ കൊലപാതക വാർത്തകൾ കേട്ട് നമ്മുടെ ചെവി അടിച്ചു പോകും. അപ്പോൾ കേൾവി ദിനത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കരുതെന്ന് പറയുന്നുണ്ട്. നമ്മുടെ സീന മുഹമ്മദ് പറയുന്നുണ്ട്, പണ്ട് ചെവിക്ക് പിടിച്ചു തിരിച്ച എല്ലാ ടീച്ചർമാർക്കും വേണ്ടി ഈ ദിവസം സമർപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രേക്ഷകരായ ആഷാവി സിംഗപ്പൂർ, പിന്നെ അബ്ദുൾ ജലീൽ, വസന്തകുമാരി, മെൽബിൻ, മിനി ബാബു, ഫൈസൽ, K ശിവദാസ്, അങ്ങനെ ഒരുപാട് പേര്, ജോസഫ് മാത്യു ഒക്കെ കമൻസ് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നവരുണ്ട്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ്.
ഇതാ ഒരു അപ്ഡേറ്റ് കൂടി ഓസ്കർ വേദിയിൽ നിന്ന് എനിക്ക് പങ്കുവെക്കാനുണ്ട്. അത് മികച്ച അവലംബിത തിരക്കഥ ആ കാറ്റഗറിയിലെ പ്രഖ്യാപനം വന്നിരിക്കുന്നു. കോൺക്ലേവ് ആണ് ആ കാറ്റഗറിയിൽ മികച്ച അവലംബിത തിരക്കഥ എന്ന പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നത്. പീറ്റർ സ്ട്രോൺ എന്ന് പറയുന്ന തിരക്കഥാകൃത്താണ് ആ തിരക്കഥ ഒരുക്കിയത്. അവലംബിത തിരക്കഥയ്ക്കുള്ള 97ാം ഓസ്കാർ കോൺക്ലേവ് എന്ന സിനിമയ്ക്കാണ്. അപ്പോൾ 2 തിരക്കഥയുമായി ബന്ധപ്പെട്ട് 2 പുരസ്കാരങ്ങളാണ് ഓസ്കാറിലുള്ളത്. ഒന്ന് ഒറിജിനൽ തിരക്കഥ, മറ്റൊന്ന് അവലംബിത തിരക്കഥയാണ്. അതിൽ ആദ്യത്തെ കാറ്റഗറി ഒറിജിനൽ മികച്ച തിരക്കഥ അല്ലെങ്കിൽ ഒറിജിനൽ വിഭാഗം, അതിൽ അനോറയാണ് പുരസ്കാരത്തിന് അർഹമായെങ്കിൽ രണ്ടാമത്തത് മികച്ച അവലംബിത തിരക്കഥയാണ്. അത് കോൺക്ലേവ് എന്ന സിനിമ കരസ്ഥമാക്കുന്നു. അപ്പോൾ അവരുടെ ജൈത്രയാത്ര ഇങ്ങനെ തുടങ്ങി വെച്ചിരിക്കുകയാണ്. അനോറയും വിക്കഡും അതേപോലെ കോൺക്ലേവ് വത്തിക്കാനിൽ നടക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയുള്ള ചിത്രവുമാണ്. തീപിടുത്തത്തിന്റെ വാർത്ത തൃശ്ശൂരിൽ നിന്നും സൂരജ് പങ്കുവെക്കുന്നുണ്ട്. തൃശ്ശൂർ മുണ്ടൂർ വേളാങ്കോട് വൻ തീപിടുത്തം ഉണ്ടായി എന്നാണ് വാർത്ത. ഓയിൽ ഫാം ഗോഡൌണിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു. വിവരങ്ങളുമായി സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത്. സൂരജ്, ഈ ഓയിൽ ഫാം ഗോഡൌൺ ആവുമ്പോൾ തീപിടുത്തത്തിന് കൂടുതൽ തീവ്രത ഉണ്ടാകുമല്ലോ. ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചു എന്നാണ് സൂരജ് പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. തീ അണയ്ക്കാനായിട്ടുണ്ടോ? വിവരങ്ങൾ. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തുകയായിരുന്നു. ഇന്ന് 3:30 കണ്ണൂർ വേഴക്കോട് ഭാഗത്ത് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. 8 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി 3:30 മുതൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ഒരു ശ്രമം നടത്തി. അല്പം മുമ്പാണ് ഈ തീ നിയന്ത്രണ വിധേയമായതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാലും ഇപ്പോഴും ഈ വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ആ പുകയടക്കം കെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. നാട്ടുകാരുടെ ശ്രദ്ധയിലാണ് ആദ്യം ഇത് പെടുന്നത്. വലിയ രീതിയിൽ ഈ ഗോഡൌണിൽ നിന്ന് പുക ഉയരുകയായിരുന്നു. പിന്നാലെ തീ ആളിക്കത്തുകയും ചെയ്തു. ഇതിനോടകം തന്നെ ഫയർഫോഴ്സിന് വിവരം കൈമാറുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ഈ ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആ തീ ആളിക്കത്തി എന്നുള്ളതാണ് പറയുന്നത്. ആദ്യഘട്ടത്തിൽ അകത്തേക്ക് ഫയർഫോഴ്സിന് കടക്കുന്നതിന് പോലും സാധിച്ചിരുന്നില്ല. പിന്നീട് ഈ ഗോഡൌണിന്റെ ചില ഭാഗങ്ങൾ തകർത്ത് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തതിനു ശേഷമാണ് ഈ ഫയർഫോഴ്സിന് ഇതിനകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ തന്നെ ഈ ഗോഡൌൺ പൂർണ്ണമായും തകർന്ന് താഴേക്ക് ഇരിക്കുകയും ചെയ്തു. അതിന്റെ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. കാരണം ഈ മുകൾ ഭാഗം അടക്കം മേൽക്കൂരയടക്കം തകർന്ന് താഴേക്ക് ഇരിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ നമുക്കതിന്റെ ഭീകരത വെളിവാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ പോയി. 3:30 കൂടിയാണ് ഈ ഓയിൽ ഗോഡൌണിൽ നിന്ന് പുക ഉയരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അത് ഫയർഫോഴ്സിന് കൈമാറുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിൽ പോലും തീ അണയ്ക്കാവുന്ന നിലയായിരുന്നില്ല. ഓയിൽ ഗോഡൌൺ ആയതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു വ്യാപ്തിയിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അല്പം മുമ്പാണ് തീ നിയന്ത്രണ വിധേയം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. എന്നാലും പൂർണ്ണമായും അണച്ചു എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോഴും ഈ ചിലയിടങ്ങളിൽ നിന്ന് പുകയടക്കം ഉയരുന്നുണ്ട്. അത് കെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്റ്റീന പ്രദീപ്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോഴും അവിടുത്തെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ. ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയാൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന്റെ നിയമസഭാ മാർച്ച് ഇന്നാണ്. 5000-ലധികം പേർ മാർച്ചിൽ പങ്കെടുക്കും. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ്, കളക്ടറേറ്റ് മാർച്ചുകളും ഇന്ന് നടക്കും. വിവരങ്ങളുമായി അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്തും തത്സമയം ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പോലീസിന്റെ നടപടി വലിയ വിവാദമായിരുന്നു. കോരിച്ചൊരിയുന്ന മഴയത്ത് അവിടെ സമരപ്പന്തൽ പൊളിച്ചു മാറ്റിയ പോലീസ് നടപടി വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയതുമാണ്. ഇപ്പോൾ അതിനൊക്കെ എതിരെ വലിയ പ്രതിഷേധമുയർത്താൻ ഒരുങ്ങുകയാണ് ആശാ വർക്കേഴ്സ്. 5000-ലധികം ആളുകൾ എന്ന് പറയുമ്പോൾ വിവിധ ജില്ലകളിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ആശാ വർക്കേഴ്സ് അറിയിച്ചത്. എങ്ങനെയാണ് ആ സമരത്തിനുള്ള ഒരുക്കങ്ങൾ അവിടെ? അത് ഏത് രീതിയിലാണ് സർക്കാർ പ്രതിരോധിക്കാൻ പോകുന്നത്? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ആശാ വർക്കർമാരുടെ സമരം 21 ദിവസം പിന്നിടുന്നു. ഇപ്പോഴും ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരത്തിലിരിക്കുകയാണ്. ഇന്നാണ് അവരുടെ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം. നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നാണ് ആശാ വർക്കർമാർ മാർച്ച് നടത്തുന്നത്. ഏതാണ്ട് പല ജില്ലകളിൽ നിന്നായി എത്തുന്ന 5000-ഓളം ആശാ വർക്കർമാർ ഈ സമരത്തിൽ അണിചേരും. കഴിഞ്ഞ ദിവസം പോലീസിന്റെ നടപടികളൊക്കെ വലിയ വിവാദമായിരുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ്. പുലർച്ചെ
3 മണിയോടെയാണ് ആശാവർക്കർമാർ ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് അവർ ഉറങ്ങിയിരുന്ന ആ ടാർപോളിൻ ഷീറ്റ് അത് പൊളിച്ചു മാറ്റുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നത്. ഈ മഴ ഒന്ന് കഴിയട്ടെ, അതുവരെ ഒന്ന് കിടന്നോട്ടെ എന്ന് പോലും പോലീസ് ഉദ്യോഗസ്ഥർ കരുതി. പോലീസ് ഉദ്യോഗസ്ഥർ അതുവരെ പോലും കാത്തിരുന്നില്ല. ഇവരെ ആ ടാർപോളിൻ പൊളിച്ചു മാറ്റുകയായിരുന്നു. പക്ഷേ പൊളിച്ചു മാറ്റിയ ടാർപോളിനുമായി ഇവരിവിടെ ഇരുന്നപ്പോൾ പോലും പോലീസ് അത് മടക്കി വെക്കണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അവരുടെ സമരവീര്യത്തിന് മുന്നിൽ പിന്നീട് അവർക്ക് മുട്ടുമടങ്ങേണ്ടി വന്നു. അവർ പിന്നെയും ഇവിടെ തന്നെ സമരവുമായി തുടർന്നു പോയിരുന്നു. എന്തായാലും ഇന്ന് വലിയൊരു സമരം തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് ചേച്ചി, ഇന്ന് ആളുകളൊക്കെ എത്തിത്തുടങ്ങിയോ? മറ്റുള്ളവർ എത്തിത്തുടങ്ങിയ ആളുകൾ ഏതൊക്കെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള? എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നുണ്ട്. സമയം എത്ര മണിയോടെ? 11 മണിയാകുമ്പോൾ നമ്മൾ പ്രകടനം തുടങ്ങും. കാരണം 11 മണിക്കല്ലേ ഇവിടെ അനുവദിക്കത്തുള്ളൂ പ്രകടനം. ഇന്ന് പുലർച്ചെ പോലീസുകാരെല്ലാം വന്നിരുന്നോ? ഇല്ല, പോലീസിന്റെ ഭാഗത്തുനിന്ന് പിന്നെ ഒന്നും ഉണ്ടായില്ല. അപ്പം അങ്ങനെയാണ് ആശമാർ പല ജില്ലകളിൽ നിന്നായി ഏതാണ്ട് 5000-ഓളം പേർ നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. ആ സമയം നിയമസഭ ചേരുന്നുണ്ടാകും. അടിയന്തര പ്രമേയമായി പോലും ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അവർ സഭ ബഹിഷ്കരിച്ച് ഇവർക്ക് പിന്തുണയുമായി ഈ സമരത്തോടൊപ്പം ചേരുമെന്നും വിവരമുണ്ട്. പ്രജിൻ, ക്രിസ്റ്റീന. ഹജീഷ് ജയകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. ഇനി നമ്മൾ മുണ്ടക്കൈ ചൂരൽമല മേഖലയിലേക്ക് പോയാൽ ദുരന്തബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടരുമ്പോഴും പല സംഘടനകളും പ്രഖ്യാപിച്ച പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുകയാണ്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ 6 വീടുകളാണ് തയ്യാറാക്കുന്നത്. സ്ക്രൂ ഡ്രൈവറും സ്പാനറും പിടിക്കുന്ന മനുഷ്യരുടെ കൂട്ടായ്മയിൽ സ്നേഹവീടുകൾ ഒരുങ്ങുകയാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ട 6 കുടുംബങ്ങൾക്ക് മുട്ടിൽ പഞ്ചായത്തിലെ എലഞ്ഞിച്ചാലിൽ തണലൊരുക്കും. അടുത്ത മാസം ആദ്യവാരത്തിൽ വീടുകളുടെ താക്കോൽ കൈമാറും. 30 സെന്റ് സ്ഥലമാണ് ഈ പ്രൊജക്ടിന് വേണ്ടി അസോസിയേഷൻ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഈ മാസം 30-ാം തീയതിയോടുകൂടി ഈ ഭവന നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് ഏപ്രിൽ ആദ്യവാരത്തിൽ തന്നെ 6 വീട് നഷ്ടപ്പെട്ടവർക്ക് കൈമാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് സംഘടനാ നേതാക്കൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പദ്ധതിയിൽ വർക്ക്ഷോപ്പ് ഉടമകളും തൊഴിലാളികളും അണിചേർന്നു. നിരവധി സുമനസുകളും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഒരു കിണർ 3 ഫാമിലി നമ്മുടെ വർക്ക്ഷോപ്പ് ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് നിരവധി സുമനസുകളും ഈ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമുക്ക് സഹായം ചെയ്തു തന്നിട്ടുണ്ട്. 5 സെന്റ് സ്ഥലത്ത് 840 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള വീടുകളാണ് നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നത്. നമ്മളാലാവുന്ന, ഞങ്ങളുടെ ഈ സംഘടനയ്ക്കാവുന്ന തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 6 ആളെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർധനരായ അവർക്ക് ഒന്നുമില്ലാത്തവർക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി ഞങ്ങളുടെ സംഘടന ഏറ്റെടുത്ത കേരളത്തിലെ ഓരോ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അംഗങ്ങളും സഹോദരങ്ങളും ഒന്നിച്ചു ചേർന്ന് ഞങ്ങൾ ഈ ഭവനം അവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ പല സംഘടനകളും നേരത്തെ പ്രഖ്യാപിച്ച വീടുകൾ സ്വന്തമായി സ്ഥലം കണ്ടെത്തി നിർമ്മിക്കാൻ പോവുകയാണ്. മുസ്ലിം ലീഗ് ഇന്നലെ 100 വീടുകൾ ഈ വിധത്തിൽ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. 24 വയനാട്. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. ഓസ്കറിൽ നിന്നൊരു അപ്ഡേറ്റ് ഉണ്ട് പ്രജിൻ. അപ്പോൾ ഓസ്കറിൽ നിന്നുള്ള അപ്ഡേറ്റ്, ബെസ്റ്റ് മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിങ്ങിനുള്ള ഓസ്കർ ഗോസ് ടു ദ സബ്സ്റ്റൻസ്. അതെ, അപ്പോൾ അങ്ങനെ ഡെമി മൂറിന്റെ ചിത്രം ദ സബ്സ്റ്റൻസ് വരവറിയിക്കുകയാണ്. 7 കാറ്റഗറികൾ ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, സാധാരണഗതിയിൽ 7 പ്രഖ്യാപിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതെങ്കിലും ഒരു ചിത്രം ഒന്നിലധികം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കും. ഇത്തവണ അതുണ്ടാവുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. വിവിധ വിഭാഗങ്ങളിൽ വ്യത്യസ്ത ചിത്രങ്ങളാണ് പുരസ്കാരത്തിന് അർഹമായിരിക്കുന്നതെന്ന് പറയുമ്പോൾ മത്സരം അത്രമാത്രം കടുത്തതായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഓരോ ചിത്രങ്ങളും ഓരോ കാറ്റഗറിയിൽ അവാർഡ് നേടി ഇങ്ങനെ അത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അനോറ, അതേപോലെ തന്നെ വിക്കറ്റ്, ദ സബ്സ്റ്റൻസ്. നമ്മുടെ JDL ചോദിക്കുന്നു, മികച്ച ചിത്രം എന്താണ് പറയാത്തതെന്ന്. അനൗൺസ് ചെയ്തെങ്കിലല്ലേ പറയാൻ പറ്റൂ. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ വരും. ഇനി പോകുന്നത് നമ്മൾ പുണ്യമാസത്തിലെ വാർത്തയിലേക്കാണ്. പുണ്യമാസത്തിൽ 30 കർമ്മ പദ്ധതികളുമായി മലപ്പുറം മഅദിൻ അക്കാദമിയുടെ റമദാൻ ക്യാമ്പയിൻ. ലഹരിക്കെതിരെ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്നലെ നടന്ന ആദ്യ ഇഫ്താറിൽ 100 കണക്കിന് പേർ ഒത്തുചേർന്നു. ദിവസേന 1000 പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമാണ് ഗ്രാൻഡ് മസ്ജിദിന് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. കൃത്യമായ മേൽനോട്ടവുമായി വളണ്ടിയർമാരും സജ്ജം. റംസാൻ 1 മുതൽ 30 വരെ യാത്രക്കാർ, ആശുപത്രികളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവർക്കായി ഇഫ്താർ സംഗമം മാദിനിൽ ഉണ്ടാകും. ഇപ്പോൾ പള്ളി ഒന്നുകൂടി വിശാലാക്കി
നോമ്പ് തുറക്കാൻ നേരത്തെ ഒരു പന്തൽ ഒരു സംവിധാനം ഉണ്ടായിരുന്നു, വിപുലമായിരുന്നു. പക്ഷേ അത് പോരാത്തൊരവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അൽഹംദുലില്ലാ ആയിരക്കണക്കിന് ആളുകൾ വന്നാലും നമുക്ക് സന്തോഷത്തോടു കൂടുതൽ ഇഫ്താർ ഒരുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം അൽഹംദുലില്ലാ രൂപപ്പെട്ടിട്ടുണ്ട്. 30 കർമ്മ പദ്ധതികളാണ് മേൽമുറി മാദിൻ അക്കാദമി സംഘടിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ 27-ാം രാവിൽ വലിയ കൂട്ടായ്മ സംഘടിപ്പിക്കും. 1 ലക്ഷം സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി ബോധവൽക്കരണ ക്ലാസ്, 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലഹരി നിർമ്മാർജ്ജന മാർഗരേഖ കൈമാറൽ, ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് സൗജന്യ ഹെൽപ്പ് ലൈൻ തുടങ്ങിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. റംസാനിലെ ആദ്യ വെള്ളിയാഴ്ച ഗ്രാൻഡ് മസ്ജിദിൽ നടക്കുന്ന ജുമായ്ക്കും പ്രഭാഷണത്തിനും ഭിന്നശേഷി പണ്ഡിതരായിരിക്കും നേതൃത്വം നൽകുക. 24 മലപ്പുറം. യെസ്, അപ്പോൾ ഈ ബുള്ളറ്റിൻ പൂർത്തിയാവാൻ സമയമാണ്. ഇനിയുള്ള ഘട്ടം അത് 3 മണിക്കൂർ മോർണിംഗ് ഷോയുടേതാണ്. എസ് കെ റെഡി ആയി നിൽക്കുന്നുണ്ട്. എസ് കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പ്രജിൻ സി കണ്ണൻ, കൃഷ്ണ ചെറിയാൻ. നിങ്ങൾക്ക് സുഖമെന്ന് കരുതുന്നു, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ കരുതാനാണ് താല്പര്യം.